ഹലോ, വെൽക്കം ബാക്ക്. ഞങ്ങളിന്ന് പാത്തുമ്മയായിട്ടൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ മൂന്നാളും കൂടി കറങ്ങിയിട്ട് കുറേ നാളായി. എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടന്ന കാരണം എന്തായാലും പുറത്തിറങ്ങിയിട്ട് കുറച്ചായി. ഉച്ച സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ് കേട്ടോ. ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കൊക്കെ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അത് പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു വികാരമാണല്ലോ. കടമ്പ്രയാർക്കാണ് ഞങ്ങൾ പോണത്. മിക്കവരും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ കുറേ വീഡിയോസൊക്കെ വൈറലായി. പോണ വഴിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇത്. ഇതിൻ്റെ സൈഡിലേക്കൊക്കെ കുറേ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അതൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അത് പിന്നെ ഒരു ദിവസം ഞാൻ എടുത്തിടുന്നുണ്ട്. ഇത് ഞങ്ങളുടെ സ്ഥിരം വിസിറ്റിംഗ് പ്ലേസ് ആയിരുന്നു. ഞങ്ങളിവിടെ തൊട്ടടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ വീട് ഷിഫ്റ്റായി കുറച്ചുകൂടെ ദൂരേക്ക് പോയി. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് കുറേ ആയി. ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ബോട്ടിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓണം അതിൻ്റെ സ്പെഷ്യൽ ഡെക്കറേഷനാണ് ഈ കാണുന്നതൊക്കെ. നല്ല ഭംഗിയുണ്ട് ശരിക്കും കാണാൻ. ദേ ഈ ബ്രിഡ്ജ് കണ്ടോ, ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഈ ബ്രിഡ്ജിൻ്റെ മേലെ ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് കേട്ടോ. ഞങ്ങൾ മിക്ക ദിവസം വരുമ്പോൾ കാണാറുണ്ട് ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടർല കാണാൻ പറ്റും. ദേ ആ കാണുന്നത് വണ്ടർലയാണ്. ഈ വീഡിയോയിൽ ഈ സ്ഥലങ്ങളുടെ ഭംഗിയൊക്കെ എന്തോരം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഈ ബ്രിഡ്ജിൻ്റെ മേലെ നിൽക്കുമ്പോഴുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. പാത്തുമാക്ക് ഇതിൻ്റെ മേലെ നടക്കാൻ പേടിയാണ്. ഇപ്പോൾ കുറച്ച് പേടിയൊക്കെ മാറി വരുന്നുണ്ട്. ദേ അവിടെ കപ്പലിൻ്റെ ഷേപ്പിൽ കാണുന്നത് ഒരു ബിൽഡിംഗ് ആണേ. ഈ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് കുറേ നടന്നു കഴിയുമ്പോൾ ഇതേപോലത്തെ ഒരു ബ്രിഡ്ജും കൂടെ അപ്പുറത്തുണ്ട്. അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയില്ല, കാരണം നടക്കാൻ പറ്റില്ല അവളെയും കൊണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ഗസ്റ്റ് വരാനുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം വീട്ടിൽ തിരിച്ചെത്താൻ വേണം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ദേ അതൊരു ടീ ഷോപ്പാണ് കേട്ടോ. പോണ വഴി കൃഷ്ണ ജയന്തിയുടെ പരിപാടി നടക്കാൻ കേട്ടോ റോട്ടിൽ. പാത്തുമാക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ പയ്യെ അവളെ കാണിച്ചിട്ടാണ് പോയത്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം പാത്തുവിനാക്കിയിട്ട് ഞങ്ങൾക്കൊന്ന് കടയിലേക്ക് ഇറങ്ങാൻ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ തിരക്ക് പിടിച്ച് തിരിച്ചു പോകുന്നതും. ഇന്നത്തെ കാലത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും കെയർ ചെയ്യാനൊക്കെ ഒരാളെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് കേട്ടോ ഏറ്റവും വലിയ ഭാഗ്യം. ഞങ്ങൾ പാത്തുമാനെ വീട്ടിലാക്കി കടയിൽ പോയത് ചിക്കനും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനുള്ള പണി നോക്കണം. ചിക്കൻ കറിയും ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അവർ അടിമാലിയിൽ നിന്നാണ് കേട്ടോ വരുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഫാമിലിയാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം മൂന്നാർ പോയപ്പോൾ ഇടയിൽ അവിടെ കേട്ടോ സ്റ്റേ ചെയ്തത്. അവരെത്തിയിട്ടുണ്ടേ. വന്ന പാടെ ഗസ്റ്റ് അടുക്കളയിൽ കയറി പണി തുടങ്ങിയിട്ടോ. അവരങ്ങനെയാണ് കേട്ടോ. ഞാനിപ്പോൾ അവിടെ ചെന്ന് നിന്നിട്ടാണെങ്കിലും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കണ ഫീലൊന്നും എനിക്കുണ്ടായിട്ടില്ല. കാരണം അത്ര കംഫർട്ടബിളായിട്ടാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്തത്. ഞാനന്ന് ആദ്യമായിട്ടാണ് അവർ കാണുന്നത് തന്നെ. പക്ഷേ നമുക്ക് അങ്ങനത്തെ തോന്നലൊന്നും ഉണ്ടായില്ല കേട്ടോ അവിടെ ചെന്ന് നിന്നിട്ട്. ദേ അവർ കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ പാത്തുമ്മ ഇട്ടേക്കുന്നത്. ഞങ്ങൾ വേഗം ചോറൊക്കെ കഴിച്ച് കിടന്നു. കാരണം അവർക്ക് നാളെ വേറെ എവിടേക്കോ പോകാനുണ്ട്. അതുകൊണ്ട് രാവിലെ പോകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.